സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ആസ്ട്രോളജേഴ്സ് ഡേ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത് R.K. നാരായൺ എന്ന് പറഞ്ഞ വെൽ നോൺ റൈറ്റർ ആയിട്ടുള്ള വ്യക്തിയാണ് ദ ആസ്ട്രോളജേഴ്സ് ഡേ എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. സോ ആദ്യം നമുക്ക് ഈ സ്റ്റോറിയുടെ സമ്മർ ഒന്ന് നോക്കാം. എന്താണ് ആ സ്റ്റോറി എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞുതരാം. ഓക്കെ, ആ മലയാളത്തിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് വെച്ചിട്ട് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ദെൻ ഇംഗ്ലീഷിലും ഞാൻ ഇതിന് ശേഷം എഴുതി തരാം. നമുക്ക് സമ്മറി പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടും എഴുതി തരുകയും ചെയ്യാം. അപ്പം അതിന് മുമ്പായിട്ട് ആദ്യം ആ സ്റ്റോറി എന്താണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത് വായിക്കുമ്പോൾ പഠിക്കാനും ഒക്കെ എളുപ്പമായിരിക്കുമല്ലോ. സോ എന്താണ് ദ ആസ്ട്രോളജേഴ്സ് ഡേ ബൈ R.K. നാരായൺ എന്നുള്ള സ്റ്റോറി നമുക്ക് നോക്കാം. ഒരു സ്റ്റോറി കേൾക്കുന്ന ലാഘവത്തോടു കൂടി നമുക്കിത് കേട്ട് നോക്കാം. ഓക്കെ, സോ ഈ ഒരു സ്റ്റോറി ചുറ്റിപ്പറ്റി കിടക്കുന്നത് ഒരു ആസ്ട്രോളജറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. ദ ആസ്ട്രോളജേഴ്സ് ഡേ എന്നുള്ള ആ ഒരാളുടെ പേരിൽ തന്നെ ദ ആസ്ട്രോളജറിൻ്റെ സ്റ്റോറിയാണ്. ആക്ച്വലി അയാൾ ശരിക്കും ഒരു ആസ്ട്രോളജർ അല്ല, പക്ഷേ ആളുടെ ജീവിത സാഹചര്യങ്ങൾ മൂലം അദ്ദേഹത്തിന് ഒരു ആസ്ട്രോളജർ എന്ന വേഷം ധരിക്കേണ്ടി വന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ എന്താ പറയുന്നത് വെച്ചാൽ ഫസ്റ്റ് സെക്ഷനിൽ പറയുന്ന കാര്യം ആൾ എന്ത് ചെയ്യാണ്, ഒരു ആസ്ട്രോളജർ അല്ല ആക്ച്വലി, പക്ഷെ ആസ്ട്രോളജറിൻ്റെ വേഷം കെട്ടിയിട്ട് എന്നും രാവിലെ എന്ത് ചെയ്യും, തൻ്റെ ജോലി ആസ്ട്രോളജർക്ക് അറിയാലോ, ജ്യോതിഷം ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ഉപകരണങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ അവർക്ക് വേണ്ട ഉപകരണങ്ങളൊക്കെ കൊണ്ട് ആ ഒരു കട്ട പോലത്തെ സാധനവും പിന്നെ ആ കവചങ്ങളും ആ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അയാൾ എന്ത് ചെയ്യും, എന്നും രാവിലെ ജോലിക്ക് പോകും. അയാൾ ജോലി ചെയ്യുന്നത് ഒരു ടാമറേറ്റ്, ഒരു പുളിമരത്തിൻ്റെ ചോട്ടിലാണ്. ഒരു ബസി സ്ട്രീറ്റിൽ, ഒരു തിരക്കേറിയ സ്ട്രീറ്റിൽ കുറേ കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട്, കുറേ കടല കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട്, ലേലം വിളിക്കുന്ന ആൾക്കാരുണ്ട്, ഡ്രസ്സ് വിൽക്കുന്ന ആൾക്കാരുണ്ട്, പല കച്ചവടം നടത്തുന്ന ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടുന്ന ഒരു പ്ലേസിലാണ് നമ്മുടെ ആസ്ട്രോളജർ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെയിലി എന്നും രാവിലെ ഇയാൾ എന്ത് ചെയ്യും, ടൗൺ ഹാളിലുള്ള ഈ ടാമ്പറേറ്റ് പുളിമരത്തെ ചോട്ടിൽ പോയിട്ടിരിക്കും. അതാണ് ഉള്ള സ്ഥലം. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടംമാതിരി കടകളുള്ളതുകൊണ്ട് തന്നെ ആളുകളുടെ അറ്റൻഷൻ കിട്ടുന്ന ഒരു പ്ലേസ് ആയിരുന്നു. അതുകൊണ്ട് ആൾക്ക് കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സോ നമ്മുടെ ഈ ഒരു ആസ്ട്രോളജറെ കണ്ടു കഴിഞ്ഞാൽ നല്ല ആസ്ട്രോളജർ ലുക്ക് തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ആളുടെ ആ ഒരു ഡ്രസ്സിങ് ആയിക്കോട്ടെ, ആളുടെ ലുക്ക് വൈസ് അപ്പിയറൻസ് വൈസ് നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആസ്ട്രോളജർ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് അയാൾക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, ആൾ നല്ല ഭംഗിയായിട്ട് ഒരു ആസ്ട്രോളജറിനെ പോലത്തെ വസ്ത്രം ധരിക്കുകയും അതേപോലെ തന്നെ തലയിൽ മറ്റേ ടർബൻ ഒക്കെ കെട്ടിയിട്ട് ആ കിരീടം പോലെ സംഭവമൊക്കെ കെട്ടി നല്ല മിലിയൻ സിന്ദൂരൊക്കെ നെറ്റിയിൽ ചന്ദനൊക്കെ തൊട്ട് അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഒരു ജ്യോതിഷൻ. അങ്ങനെയാണ് ആളെന്ത് ചെയ്യുന്നത്, ഇന്നും ആ പുളിമത ചോട്ടിലിരിക്കുക. എന്നും കസ്റ്റമേഴ്സ് വരും. ആളുടെ കണ്ണിന് ഐസിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഒരു തിളക്കമുള്ള ഒരു ലൈറ്റ്സ് ഉണ്ടായിരുന്നു ആളുടെ കണ്ണിന് എന്നാണ് പറയുന്നത്. ആ കണ്ണുകളുടെ തിളക്കത്തിൽ പല ആളുകളും ഫ്ലാറ്റായി പോകുമെന്നാണ് പറയുന്നത്. ആളെ കണ്ടു കഴിഞ്ഞാൽ ആ കണ്ണുകളുടെ തിളക്കത്തിൽ വേഗം ആളെ കണ്ടിട്ട് ആ ഒരു പറയുന്നതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആയിരുന്നു എന്നും ആളുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ ആൾക്ക് സത്യം പറഞ്ഞാൽ ജ്യോതിഷം എന്താണെന്ന് അറിയില്ല, പക്ഷെ ആൾ എന്ത് ചെയ്യും, നമുക്കറിയാം ഈ ജ്യോതിഷം എന്ന് പറയുന്നത് സീരിയസ്ലി മേ ബി രണ്ട് വശങ്ങളുണ്ടെന്നാണല്ലോ. ചിലതൊക്കെ പറയുന്നത് സത്യമായിരിക്കില്ല, ഒരു എറിഞ്ഞു നോക്കും, ആ എറിയിൽ നമ്മൾ വീണ് പോകുമ്പോൾ അത് എന്ന് പറയാം. അപ്പോൾ ഇയാളും അതേ സംഭവമാണ്. കുറച്ചൊക്കെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് പിന്നെ കുറച്ചൊക്കെ ഗസ് വർക്ക്, നല്ല കോമൺ സെൻസ് ഉപയോഗിക്കും, കോമൺ സെൻസ് ഉപയോഗിച്ച് കാര്യങ്ങൾ പറയും, പിന്നെ ഗസ് വർക്ക് ചെയ്യും. അത് അങ്ങനെ തന്നെ ആവും എന്നൊരു ഗസ് വർക്ക്. ഈ ഗസ് വർക്കും കോമൺ സെൻസും കൊണ്ടൊക്കെയാണ് സത്യം പറഞ്ഞാൽ അയാൾ പിടിച്ച് നിൽക്കുന്നത്. ഓക്കെ, എന്തായാലും കസ്റ്റമേഴ്സ് ഇടുമ്പോൾ ആൾ ചോദിക്കും, നിങ്ങളതല്ലാത്ത എന്തോ കാരണത്താൽ നിങ്ങൾക്കത് പറ്റിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ ശരിയാണല്ലോ പറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യും, തലയാട്ടും. അതേപോലെ തന്നെ ആ പെൺകുട്ടി നിങ്ങളെ തേച്ചു, അല്ലെങ്കിൽ ആ പെൺകുട്ടി നിങ്ങൾ വിട്ടിട്ട് പോകും. അങ്ങനെ ഒരാൾക്ക് എന്താണോ വേണ്ടത് അല്ലേ, എല്ലാ വ്യക്തികളും നമ്മൾ എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും, വി വിൽ ബിലീവ്, അല്ലെ നമ്മളത് വിശ്വസിച്ച് പോവും. സോ അത്തരം കാര്യങ്ങൾ ഇയാൾക്ക് അറിയാമായിരുന്നു. അത് വെച്ചിട്ട് ആൾക്ക് അറിയാം ആളുടെ മുന്നിൽ വന്ന കസ്റ്റമേഴ്സ് എങ്ങനെയാവും, എന്താണ് കസ്റ്റമേഴ്സിന് ആവശ്യമെന്ന് മനസ്സിലാക്കി ആൾ അവരെ വാച്ച് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുക, അവരെ കാര്യങ്ങൾ പറയുക. അതേപോലെ തന്നെ അയാൾ ഒരു ചോദ്യത്തിന് 12 അണ വെച്ചിട്ടാണ് വാങ്ങിക്കാറ്. സോ ആൾക്കാർ വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു 10 ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ കേൾക്കും. അപ്പോൾ 10 ക്വസ്റ്റ്യൻ കേട്ടതിന് ശേഷം അവരെ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടതിന് ശേഷമാണ് ഇയാൾ മറുപടി പറഞ്ഞു തുടങ്ങുകയും ചെയ്യുക. സോ ഒരു വരണ വ്യക്തിയെ നല്ലതുപോലെ എക്സാമിൻ ചെയ്ത് അയാളെ മനസ്സിലാക്കി അതിന് ശേഷം മറുപടി കൊടുക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്തായാലും
അങ്ങനെയാണ് ആളുടെ ആസ്ട്രോളജി ജ്യോതിഷം മുന്നോട്ട് പോകുന്നത്. ഡെയിലി ആൾ വരുന്നു, ഈ പുള്ളിമത്തെ ചോട്ടിലിരിക്കുന്നു, കുറേ കസ്റ്റമേഴ്സ് വരുന്നു, കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൾ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു ത്രൂ ഗസ് വർക്ക് ആൻഡ് ഗസ് വർക്കിലൂടെയും അതുപോലെ തന്നെ കോമൺ സെൻസിലൂടെയാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ആൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഒരു 6:30-7 മണിയൊക്കെ ആയി, ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. സോ ഇയാൾക്ക് കടയിൽ വെളിച്ചമൊന്നുമില്ല. തൊട്ടപ്പുറത്തെ കടകളിലെ വെളിച്ചത്തിലാണ് എന്ത് ചെയ്യുക, ഇരിക്കുക. പ്രത്യേകിച്ച് വെളിച്ചവും കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാ കടകളത്തിൽ ലൈറ്റ് ഇങ്ങനെ അണഞ്ഞ് വരാൻ തുടങ്ങി. തൊട്ടപ്പുറത്തെ കടലക്കാരൻ്റെ വെളിച്ചവും അണഞ്ഞു തുടങ്ങി. അപ്പം അത് കഴിഞ്ഞപ്പോൾ ആൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുക. എല്ലാ വെളിച്ചവും അണഞ്ഞാൽ ഇയാളും വീട്ടിലേക്ക് പോകും. ആ ദിവസവും ആൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഒരാൾ വരികയാണ്. ആൾ മുൻപിൽ ഒരു വ്യക്തി വരികയാണ്. സോ ഇയാൾ വിചാരിച്ചു അത് എൻ്റെ കസ്റ്റമർ ആയിരിക്കുമെന്ന്. എല്ലാവരോടും ചോദിക്കുന്ന പോലെ തന്നെ ഇയാളോടും ചോദിച്ചു, താങ്കൾക്ക് എന്തോ ഒരു വിഷമമുണ്ടല്ലോ എന്ന് ചോദിച്ചു. എല്ലാവരോടും ചോദിക്കുന്ന അതേ ചോദ്യം ചോദിച്ചതാണ്. ആള് പറഞ്ഞു, ആ എനിക്ക് വിഷമമുണ്ട് അല്ലേ, നിങ്ങൾ ജ്യോതിഷനല്ലേ, മാറ്റി തരാൻ പറ്റുമോ ചോദിച്ച്. എന്തായാലും അവര് ഓക്കെ ജ്യോതിഷം പറയാൻ എന്ത് പ്രശ്നം ഞാൻ മാറ്റിത്തരാം, സെറ്റാണ് പറഞ്ഞിട്ട് ആസ്ട്രോളജിയിൽ മറുപടി കൊടുക്കുകയാണ്. പക്ഷെ ഇയാളൊരു ബെറ്റ് വെച്ചു, നിങ്ങൾ ശരിക്കും ഒരു ആസ്ട്രോളജർ ആണെങ്കിൽ എൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്നുള്ളത് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 5 രൂപ തരാം എന്ന് പറഞ്ഞാൽ അവർ പൈസയ്ക്ക് ബെറ്റ് വെക്കുന്നുണ്ട്. ഒരാൾ 1 രൂപ തരാം എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഇരട്ടി പൈസ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ ഒരു ബെറ്റൊക്കെ വെക്കുന്നുണ്ട്. എനിവേ നമ്മുടെ ആസ്ട്രോളജർ ആ ബെറ്റിന് സമ്മതിച്ചു. ആയിക്കോട്ടെ, താങ്കളുടെ ഉള്ളിൽ എന്തും ഞാൻ പറയാം, ഞാൻ ആസ്ട്രോളജർ ആണല്ലോ എന്ന് വേണ്ട, ബെറ്റ് സ്വീകരിക്കുകയാണ്. ബെറ്റൊക്കെ സ്വീകരിച്ച് ആ ചോദ്യങ്ങൾ കേട്ടിട്ട് അതിന് മറുപടി പറയാമെന്നല്ല, അങ്ങനെയുള്ള ഒരു റൂട്ട് അങ്ങനെയാണല്ലോ പോണത്. അതിന് വേണ്ടി ആൾ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഈ വന്ന സ്ട്രേഞ്ചർ ഒരു വശവശക്കുള്ള ഒരാളായിരുന്നു. എനിവേ ആ സ്ട്രേഞ്ചർ സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ട് മറ്റേ സിഗരറ്റ് ലാമ്പിൽ ആ ഒരു വെളിച്ചം കത്തിച്ചപ്പോൾ ഈ ആസ്ട്രോളജർ നമ്മുടെ സ്ട്രേഞ്ചറിൻ്റെ ഫേസ് കാണുകയാണ്. അപ്പോൾ ഈ സ്ട്രേഞ്ചറും നമ്മുടെ ആസ്ട്രോളജറും തമ്മിൽ മുൻകാല ഒരു ബന്ധമുണ്ട്. ആ മുൻകാല ബന്ധം എന്താന്ന് വെച്ചാൽ അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഒരു മുൻകാല ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഈ സ്ട്രേഞ്ചറിൻ്റെ ഫേസ് കണ്ടേക്ക് നമ്മുടെ ആസ്ട്രോളജിന് ചെറുതായിട്ടൊന്ന് പതറിപ്പോയി. അപ്പോൾ ആൾ പറഞ്ഞു, വേണ്ട വേണ്ട, ബെറ്റൊന്നും വേണ്ട, ഞാനൊരു ബെറ്റിനുമില്ല, എനിക്ക് നേരം വൈകുന്നു, ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ ആളെ കണ്ടാൽ അറിയാം നമ്മുടെ സ്ട്രേഞ്ചർ റൂഡായിട്ടുള്ള അത്ര നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. എന്തായാലും ആൾ പറഞ്ഞു, ഈ ബെറ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ആസ്ട്രോളജറിനെ പിടിച്ച് അവിടെ ഇരുത്തി. എന്തായാലും അവർ പറഞ്ഞതുപോലെ ബെറ്റ് തുടങ്ങി. നമ്മളെ ആസ്ട്രോളജർ എന്നും ചോദിക്കാനുള്ള സ്ഥിരം ചോദ്യം ചോദിച്ചു. അതിലൊന്നും ആരേറ്റില്ല, ആ നിൽക്കുന്ന സ്ട്രേഞ്ചർ ഏറ്റില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആസ്ട്രോളജർ ചോദിച്ചു, നിങ്ങളെ പണ്ട് ആരോ ഒരാൾ കത്തി കൊണ്ട് കുത്തിയിട്ടില്ലേ ചോദിച്ചു. അത് കേട്ടപ്പോൾ ശരിക്കും നമ്മുടെ സ്ട്രേഞ്ചർ ഞെട്ടിപ്പോയി. കാരണം അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ പാട് ഇപ്പോഴും നമ്മളെ സ്ട്രേഞ്ചറിൻ്റെ നെഞ്ഞിലുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞപ്പോൾ സ്ട്രേഞ്ചർ ശരിക്കും ഞെട്ടിപ്പോയി. ശരിയാണല്ലോ അല്ലേ, എന്നെ പണ്ടൊരാൾ കത്തിയോണ്ട് കുത്തിയിട്ടുണ്ടല്ലോ, അതെങ്ങനെ ഇയാൾക്ക് പറയാൻ കഴിയണു, ഇയാൾ ശരിക്കും ഒരു ആസ്ട്രോളജർ തന്നെ ആണല്ലേ എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. അതിന് ഏറ്റവും എന്ന് മനസ്സിലായ നമ്മുടെ ആസ്ട്രോളജർ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്താ ആ കുത്തിയിട്ട ആള് നിങ്ങളെ കിണറ്റിൽ തള്ളിയിട്ടിട്ടല്ലേ ഓടിപ്പോയതെന്നും ചോദിച്ചു. അതും സത്യമാണ്. അതും കേട്ടപ്പോൾ നമ്മുടെ സ്ട്രേഞ്ചറിന് മനസ്സിലായി പെർഫെക്റ്റ് പക്ക ആസ്ട്രോളജറാണ് ഇയാളെന്ന്. അതുകൊണ്ട് നമ്മളെ ആസ്ട്രോളജർ നിർത്തിയില്ല, നിങ്ങളുടെ പേര് ഗുരുനായക് എന്നല്ലേ, അതും കൂടെ ചേർത്തപ്പോൾ അതും കൂടെ കൊടുത്തപ്പോൾ നമ്മുടെ സ്ട്രേഞ്ചർ അതിലാണ് ഫ്ലാറ്റായി. സ്ട്രേഞ്ചറിൻ്റെ പേര് എന്തുതന്നെയായിരുന്നു, ഗുരുനായക് എന്ന് തന്നെയായിരുന്നു. സോ ഈ ഗുരുനായകും ആസ്ട്രോളജറും തമ്മിലുള്ള റിലേഷൻ എന്താന്ന് വെച്ചാൽ, ഈ ആസ്ട്രോളജറും ഗുരുനായകും പണ്ട് 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 ഒരു ഫ്രണ്ട്സ് ആയിരുന്നു. ഓക്കെ, ഈ ഒരു ആസ്ട്രോളജറിൻ്റെ പിറകിക്ക് പോവുകയാണെങ്കിൽ ആളുടെ ഒരു ഭൂതകാലം പറയുകയാണെങ്കിൽ എന്താണ്, പാസ്റ്റ് കാലം പറയുകയാണെങ്കിൽ ആളൊരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു കൃഷിക്കാരനായിട്ടുള്ള കർഷകനായിരുന്നു. ഓക്കെ, കുറേ ഭൂമികളും ഒക്കെ ഉള്ള എന്നും കൃഷി ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഫാമിലി ആയിരുന്നു നമ്മുടെ ഈ ഒരു ആസ്ട്രോളജറിൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. അല്ലാതെ അയാൾക്ക് ജ്യോതിഷത്തെ കുറിച്ച് ഒരു മണ്ണാങ്കട്ടി അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പക്ഷെ ആളിപ്പോഴും അതേ ഗ്രാമത്തിൽ ജീവിക്കുകയാണെങ്കിൽ ആൾ അതേപോലെ ഒരു യുവതിയെ കല്യാണം കഴിച്ച് അതേ പാരമ്പര്യം നിലനിർത്തി പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ഗുരുനായകും നമ്മുടെ ആസ്ട്രോളജറും പണ്ട് നല്ല കൂട്ടായിരുന്നു എന്ന് പറയല്ലേ. അപ്പോൾ ഒരു കുറച്ച് അച്ചറ വിച്ചറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇവർ ചെറിയ ഒരു അഡോളസൻസ് ഏജിൽ
മദ്യപിച്ചിട്ട് ഇവർ മറ്റേ ചീട്ട് കളിക്കും, പണം വെച്ച് കളിക്കുമായിരുന്നു. അങ്ങനെ ചീട്ട് കളിക്കുന്ന ഇടയിൽ ഇവർ തമ്മിൽ വഴക്കായി, അടിയായി. ആ അടിയിൽ നമ്മുടെ ആസ്ട്രോളജർ ദേഷ്യം കൊണ്ട് ഈ ഗുരുനായകനോട് കത്തിയുള്ള ഒരൊറ്റ കുത്താണ് കുത്തിയതും പോരാ, കിണറ്റിൽ തള്ളിയിടുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ആസ്ട്രോളജർ ഈ ഗുരുനായക അവിടെ വന്നിരിക്കുന്ന ഗുരുനായക എന്ന് മനസ്സിലാക്കുന്ന മൊമെന്റ് വരെ ആസ്ട്രോളജറിന്റെ കണ്ണിൽ ഈ ഗുരുനായക മരിച്ചു പോയി എന്നുള്ളത് അതിൻ്റെ ഒരു പശ്ചാത്താപത്തിലാണ് നമ്മുടെ ആസ്ട്രോളജർ സത്യം പറഞ്ഞാൽ ജീവിക്കുന്നത്. പക്ഷേ ആ ഗുരുനായക അവിടെ വന്നപ്പോൾ ആൾക്ക് മനസ്സിലായി മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോഴും ആൾക്കൊരു ഉള്ളിൽ ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ ഗുരുനായക ഫ്ലാറ്റായി എന്ന് മനസ്സിലായപ്പോൾ അയാൾ കഴിച്ചിലാവുകയും ചെയ്തു. അതാണ് ഈ ഗുരുനായകവും നമ്മുടെ ആസ്ട്രോളജറും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ ആളെ കിണറ്റിൽ തള്ളിയിട്ടിട്ട് ഓടി രക്ഷപ്പെടുക, എത്രയോ മൈൽസ് ദൂരം, അവരുടെ നാട്ടിൽ അത്രയും ദൂരം പോവുക എന്നുള്ളത് നമ്മൾ ഈ വിമാനത്തിൽ ആകാശത്തിലൊക്കെ കയറിയിട്ട് മറ്റേ ദുബായിക്കൊക്കെ പോകണം, അത്രയും ദൂരം കടന്നിട്ട് ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നത് സത്യം പറഞ്ഞാൽ എന്താ ഈ ഗുരുനായകൻ്റെ ആ ഒരു മരണത്തെ ഭയന്നിട്ടാണ്. സോ ഇപ്പം ഈ ആസ്ട്രോളജി ഇവിടെ ഒരു ഫാമിലി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വളരെ സന്തോഷപൂർവ്വം ജീവിക്കുകയാണ് താനും. പെട്ടെന്ന് ഗുരുനായക് വന്നപ്പോൾ ഇയാൾ ഷോക്കാവുകയും ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ഗുരുനായകൻ എന്തായി, ഓക്കെ. അതിൽ ഗുരുനായക് പറഞ്ഞു, ഞാൻ അന്ന് ആ കിണറ്റിൽ തള്ളിയിട്ട വ്യക്തിയെ കൊല്ലാനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു ആസ്ട്രോളജറിനോട്. സംഭവം ആസ്ട്രോളജർ ആണല്ലോ. അതിൽ ആസ്ട്രോളജർ പേരിട്ട ആസ്ട്രോളജർ പറഞ്ഞു, ആ നിങ്ങളെ തള്ളിയിട്ട വ്യക്തി ഓൾറെഡി മരിച്ചുപോയി അല്ലെ, ഒരു ലോറിന്റെ അടിയിൽ കിടന്ന് ചതഞ്ഞറിഞ്ഞിട്ട് ആ വ്യക്തി മരിച്ചു പോയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണ്ട, ആളെ അന്വേഷിക്കണ്ട എന്നും പറഞ്ഞു. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു, നിങ്ങൾ ഇനി ഒരിക്കലും തെക്ക് ദേശത്തേക്ക്, ഇത് തെക്കാണ് ഇവർ നിൽക്കുന്നത്, അപ്പോൾ തെക്ക് ദേശത്തേക്ക് ഇനി ഒരിക്കലും നിങ്ങൾ വരാൻ പാടില്ല. തെക്ക് ദേശത്തേക്ക് നിങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 കൊല്ലം വരെ ജീവിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഭസ്മൊക്കെ കൊടുത്തിട്ട് എന്തായാലും ഗുരുനായകൻ എന്ത് ചെയ്തു, പറഞ്ഞയച്ചു. ഗുരുനായകനും ഹാപ്പി, ആ ചങ്ങായി മരിച്ചല്ലോ എന്നുള്ള സന്തോഷം. ആസ്ട്രോളജറിനും ഹാപ്പി, ഞാൻ അന്ന് കൊന്ന വ്യക്തി മരിച്ചില്ലല്ലോ എന്നുള്ള സന്തോഷവും. എന്തായാലും പറഞ്ഞ പ്രകാരം ബെറ്റ് പ്രകാരം നമ്മുടെ ഗുരുനായകൻ കുറച്ച് പൈസ ഒക്കെ കൊടുത്തിട്ടാണ് എന്ത് ചെയ്തത്, പോയിട്ടുണ്ട്. 8 അണയോളം കൊടുത്തിട്ടാണ് ആള് പോയിട്ടുണ്ടായിരുന്നത്. ഫുള്ള് പൈസ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, എന്തായാലും 8 അണയൊക്കെ കൊടുത്തിട്ടാണ് ഗുരുനായകൻ സ്ഥലം വിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു മനസ്സിലൊരു റിലീഫൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരു കാര്യം വലിയൊരു ഭാരം കൊണ്ട് നടന്ന ആ ഭാരമൊക്കെ ഒന്ന് ഒഴിച്ചു വെച്ചതെന്നുള്ള ഒരു റിലീഫൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ആസ്ട്രോളജർ അന്നേ ദിവസം വീട്ടിലേക്ക് പോയപ്പോൾ വൈഫ് ഭയങ്കര ചൂടായിട്ട് നിൽക്കുകയായിരുന്നു. എന്താ നേരം വൈകി രീതിക്ക് ചൂടായി നിൽക്കുമ്പോൾ പറഞ്ഞു, ഈ പൈസ ഒക്കെ കൊടുത്തപ്പോൾ വൈഫിന് ഭയങ്കര സന്തോഷം, കുറേ പൈസ ഉണ്ടെന്ന് സന്തോഷമായി. അപ്പോൾ പറഞ്ഞു, നമുക്ക് നാളെ കുറച്ച് ശർക്കരയും തേങ്ങയൊക്കെ വാങ്ങണം, മക്കൾക്ക് മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് വൈഫിൻ്റെ കുറച്ച് ടോക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം ഫൈനലി ഈ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ആളുടെ വൈഫിനും അറിയുന്നുണ്ടായിരുന്നില്ല. വൈഫിനോട് എല്ലാ കാര്യങ്ങളും നമ്മുടെ ആസ്ട്രോളജി തുറന്ന് പറയാണ്. പണ്ട് ഇങ്ങനത്തെ ഫൈറ്റ് ഉണ്ടായതും ആ പ്രശ്നത്തിൽ വന്ന് കൊന്നിട്ട് ഗുരുനായകനെ ഞാൻ അങ്ങനെ കേട്ട് തള്ളിയിട്ടു എന്നുള്ളതും ആ ഗുരുനായകൻ്റെ അടുത്തേക്ക് ഇന്ന് വന്നിരുന്നു എന്നുള്ളതും ആളെ ഞാൻ തിരിച്ച് പറഞ്ഞയച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ആളോട് പറയാണ്, വൈഫിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സോ ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത് ആളുടെ മനസ്സിലെ വലിയൊരു ഭാരം ഇറക്കി വെച്ച്, വലിയൊരു റിലീഫ് ഇറക്കി വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറി അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അതാണ് ദ ആസ്ട്രോളജേഴ്സ് ഡേ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ. ഇതിലെ 2 മെയിൻ ക്യാരക്ടേഴ്സാണ് വരുന്നത്, നമ്മുടെ ആസ്ട്രോളജറും ഗുരുനായകും. ഓക്കെ, മെയിൻ ക്യാരക്ടർ നമ്മൾ ആസ്ട്രോളജറിൻ്റെ ലൈഫാണ് ഈ ഒരു സ്റ്റോറി. ആസ്ട്രോളജേഴ്സ് ഡേ, ഒരു ദിവസം ആസ്ട്രോളജറുടെ ലൈഫാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. വളരെ വ്യക്തമായിട്ട് ആർ.കെ. നാരായണൻ അത് നമുക്ക് മുന്നിൽ പ്രതിഫലിപ്പിച്ച് തരുന്നുണ്ട്. സോ ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതിൻ്റെ മലയാളമായിട്ടുള്ള ഒരു മലയാളം സ്റ്റോറിയാണ്. സോ ഞാൻ വിചാരിക്കുന്നു ഞാൻ പറഞ്ഞു തന്ന സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ ആണെന്നുള്ളത്. അപ്പോൾ ഏകദേശം ധാരണ കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ബാക്കി നമ്മളതിന് ഇംഗ്ലീഷും കൂടെ വെച്ചിട്ട് ഞാൻ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് ക്ലിയർ ആവും. സോ നമുക്കിനി എന്ത് ചെയ്യാം, അതിന് ഇംഗ്ലീഷും മലയാളം കൂടെ മിക്സ് ചെയ്തുള്ള സമ്മറി നോക്കാം. സോ നമ്മുടെ ആസ്ട്രോളജേഴ്സ് ഡേൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽ സമ്മറി നോക്കാം. അപ്പോൾ നമ്മൾ മലയാളത്തിലെ സമ്മറി അല്ലേ പറഞ്ഞത്, ഇനി എങ്ങനെയാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് കമ്പൈൻ ചെയ്ത് നോക്കാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആസ്ട്രോളജേഴ്സ് ഡേ എഴുതിയിട്ടുള്ളത് ആർ.കെ. നാരായൺ എന്ന് പറഞ്ഞ ഓഥറാണ്. ഒരു വെൽ നോൺ റൈറ്റർ ആയിട്ടുള്ള ആർ.കെ. നാരായണനാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. സോ നമുക്ക് ആ ഓഥറിനെ പറ്റി 2 വാക്ക് നോക്കാം. എന്താ, ആർ.കെ. നാരായൺ ഈസ് എ ഫേമസ് ഇന്ത്യൻ റൈറ്റർ ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലെ തന്നെ അറിയപ്പെട്ട വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഒരു വെൽ നോൺ റൈറ്ററാണ് ആർ.കെ. നാരായൺ എന്ന് പറയുന്ന വ്യക്തി, ഈ ചാപ്റ്റർ എഴുതിയ ആ ആള്. He is known for simple language and realistic stories.
അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ, വളരെ റിയലിസ്റ്റിക് ഉള്ള സ്റ്റോറീസ് ആയിരിക്കും അദ്ദേഹം എഴുതുന്നുണ്ടാവുക. യാഥാർത്ഥ്യം തുളുമ്പുന്ന കഥകൾ എന്നൊക്കെ പറയല്ലോ, അങ്ങനെയായിരിക്കും അദ്ദേഹം സ്റ്റോറീസ് എഴുതുന്നുണ്ടാവുക. അതേപോലെ തന്നെ വളരെ സിമ്പിൾ ലാംഗ്വേജിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ ലാംഗ്വേജ് ഫോളോ ചെയ്തിട്ടായിരിക്കും അദ്ദേഹം മിക്ക സ്റ്റോറീസും എഴുതുന്നുണ്ടാവുക. മോസ്റ്റ് ഓഫ് ഹിസ് സ്റ്റോറീസ് ആർ സെറ്റ് ഇൻ മാൽഗുഡി, എ ഫിക്ഷണൽ ടൗൺ. അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഫിക്ഷണൽ സ്റ്റോറീസ് ആയിരിക്കും. ഓക്കെ, അതൊക്കെ മാൽഗുഡിയിലായിരിക്കും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒക്കെ ഫിക്ഷണൽ സ്റ്റോറീസ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയണത്. നെക്സ്റ്റ് എന്താ പറയണത്, ആ സ്റ്റോറിയുടെ ഒരു സെറ്റിങ്സ് ആണ്, ആ സ്റ്റോറി എവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയണത്. The story is set in a busy street in a small Indian town. ഒരു സ്മോൾ ഇന്ത്യൻ ടൗണിലെ വളരെ തിരക്കേറിയിട്ടുള്ള ഒരു ബിസി സ്ട്രീറ്റിലാണ് ഈ സ്റ്റോറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ആസ്ട്രോളജർ ജോലി ചെയ്യുന്നത് എവിടെയാണല്ലേ, ആസ്ട്രോളജർ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നത് എവിടെയാണ്, ഒരു ബിസി ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിലാണ്. ഒരുപാട് കടകളൊക്കെ ഉള്ള, ഒരുപാട് ആൾക്കാർ ലേലം വിളിക്കുന്ന, പലതരത്തിലുള്ള കടകളിൽ പലതരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്ന, തൊട്ടപ്പുറത്ത് കടല വിൽക്കുന്ന വ്യക്തിയൊക്കെയാണ്. സോ അങ്ങനെ ആളുകളുടെ അറ്റൻഷൻ കിട്ടുന്ന തരത്തിൽ വളരെ ബിസി ആയിട്ടുള്ള സ്ട്രീറ്റിലാണ് ഈ ഒരു സ്റ്റോറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. The astrologer sits under a tamarind tree in the evening. The places is full of noise, lights and people. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടാമറിൻ, ഒരു പുളിമരത്തിൻ്റെ ചോട്ടിലാണ് ആളുടെ സാമഗ്രികൾ, എന്താ ഉപയോഗിക്കേണ്ട സാധനങ്ങളൊക്കെ കവടി നിരത്താനുള്ള ആ സാധനവും ഷീറ്റും തുണിയും ഇതെല്ലാം വിരിച്ച് ആ ഒരു പുളിമരത്തിൻ്റെ ചോട്ടിലാണ് ആൾ ഇരിക്കുക. ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ലൈറ്റ്സ് ഉള്ള, കുറേ കടകളുള്ള, ആളുകളുടെ അറ്റൻഷൻ കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഒരു പുളിമരത്തിൽ നിറച്ച് കടകളുള്ള ആ മരത്തെ ചോട്ടിൽ നമ്മുടെ ഈ ഒരു ആസ്ട്രോളജർ പോയിട്ട് ഡ്യൂട്ടി ചെയ്യുന്നു. ആളുടെ ആ ഒരു പ്ലേസും ആൾക്കാർക്ക് അറ്റൻഷൻ കിട്ടുന്ന ആ ഒരു പ്ലേസ്, ഒരു സ്ഥലമൊക്കെ ആയതുകൊണ്ട് തന്നെ ആ സ്റ്റോറി നല്ല രീതിക്ക് സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ എന്താ, സ്റ്റോറി കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു തീം നമുക്ക് ഇമാജിൻ ചെയ്യുമ്പോഴും ഒക്കെ വളരെ റിയലിസ്റ്റിക് ആയി തോന്നും എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ RK നാരായണന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. ഓക്കെ, എനിവേ സ്റ്റോറി സെറ്റ് ചെയ്ത് വെച്ചിട്ട് എവിടെയാണ്, ഒരു ടാമറിൻ മരത്തിന്റെ ചോട്ടിൽ ആണ് നമ്മുടെ ആസ്ട്രോളജർ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. നെക്സ്റ്റ്, ആസ്ട്രോളജറിന്റെ ലുക്ക് വൈസ് ആസ്ട്രോളജറിന്റെ അപ്പിയറൻസ് എന്താണെന്ന് നോക്കാം. He looks like a real astrologer but has no real knowledge of astrology. ആളെ കണ്ടു കഴിഞ്ഞാൽ, ഓക്കെ, ആസ്ട്രോളജറിനെ കുറിച്ചിട്ടാണ് പറയണത്. ആളെ കണ്ടു കഴിഞ്ഞാൽ ഒരു അപ്പിയറൻസ് വൈസ് അല്ലെങ്കിൽ ലുക്ക് വൈസ് ഒരു പെർഫെക്റ്റ് ആസ്ട്രോളജർ ആ രീതിക്കാണ് ആളെ കണ്ടു കഴിഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വേർമീലിയൻ സ്പോട്ടൊക്കെ തൊട്ട് ചന്ദനക്കുരയൊക്കെ വെച്ച് ആ കണ്ടാൽ തന്നെ ഒരു ഐശ്വര്യം ആ ഫേസിലുണ്ട്. ബട്ട് ഹി ഡിഡ്ന്റ് നോ എനിത്തിങ് അബൌട്ട് ആസ്ട്രോളജി. പക്ഷെ ആൾക്ക് ആസ്ട്രോളജിനെ കുറിച്ചൊരു കുന്തും അറിയുന്നുണ്ടായിരുന്നില്ല. ആ കാണാനുള്ള ആ ഭംഗി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സോ നമ്മൾ പറയാറില്ലേ, നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുന്നില്ല. ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് ആ വ്യക്തി എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല എന്നുള്ളൊരു സംഭവമാണത്. ഇയാൾ ലുക്ക് വൈസ് പെർഫെക്റ്റ് ആസ്ട്രോളജർ ആയിരുന്നു. ബട്ട് ഹി ഡിഡ്ന്റ് നോ എനിത്തിങ് അബൌട്ട് ആസ്ട്രോളജി. ആസ്ട്രോളജിയെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഹി യൂസസ് കോമൺ സെൻസ്, ഗസ് വർക്ക് ആൻഡ് എക്സ്പീരിയൻസ്. അല്ലേ, ആൾ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത്, ആളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടും ആളുടെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടും പിന്നെ കുറച്ച് ഗസ് വർക്കും ഇങ്ങനെയൊക്കെയാണ് ആൾ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുന്നത്, ചാക്കിലാക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ആസ്ട്രോളജിയെ കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടല്ല. പക്ഷെ നല്ല കോമൺ സെൻസ് ഉണ്ടായിരുന്നു. ആളുകൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള ബോധം ഇയാൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. മനുഷ്യന്മാർ നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നല്ലോണം ഗസ് ചെയ്യായിരുന്നു. അങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ ഗസ് ചെയ്യുമായിരുന്നു. ആൻഡ് ഹി ഹാവ് എക്സ്പീരിയൻസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ആൾ എന്ത് ചെയ്യുക, ആൾക്കാരോട് കസ്റ്റമേഴ്സിനെ പിടിയിലാക്കാറ്. ഹിസ് എയിം ഈസ് ടു ഏൺ മണി ഫ്രം ഡെയിലി ലിവിങ്. ആൾക്ക് ഇത്രേ ഉള്ളൂ ആളുടെ ചിന്ത, എന്ത്, അന്നന്നത്തെ അന്നത്തിന് വേണ്ടി സമ്പാദിക്കണം. അല്ലെ, അന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു മണി ഏൺ ചെയ്യണം. അതിന് പറ്റിയൊരു ജോലി ആസ്ട്രോളജിയാണ്. പ്രത്യേകിച്ച് പണിയില്ല, അല്ലെ, ഭാരം ചുമക്കണ്ട, അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു പണിയില്ല. വരുന്ന കസ്റ്റമേഴ്സിന് 4 തള്ളി മറിച്ച് കഴിഞ്ഞാൽ പണിയായി, പൈസയായി, ഇത്രേ ഉള്ളൂ. സോ ആൾക്ക് ഒരു നല്ല സുഖമായുള്ള ജോലിയായിട്ട് തോന്നിയ ആസ്ട്രോളജി അത് സ്വീകരിച്ചു. ആൻഡ് ആൾ എന്ത് ചെയ്യും, അന്നത്തെ വരുമാനത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഒരു ജോലി ആയിട്ടാണ് അദ്ദേഹം ഈ ഒരു ആസ്ട്രോളജീനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ദെൻ ആളെ മറ്റൊരു പ്രത്യേകത എന്താ, ഹി വിയേഴ്സ് എ ടർബൻ, ഹാസ് സാക്റ്റഡ് ആഷ് ആൻഡ് വെർമിലിയൻ ഓൺ ഹിസ് ഫോർഹെഡ്. ദീസ് ഹെൽപ്പ് ഹിം അട്രാക്ട് കസ്റ്റമേഴ്സ്. അല്ലെ,
നേരത്തെ പറഞ്ഞ പോലെ ആൾ തലയിൽ ഒരു ടർബനൊക്കെ ഉണ്ടായിരുന്നു, ഒരു ടർബനൊക്കെ കെട്ടിട്ട് ഒരു തൊപ്പിയൊക്കെ വെച്ച് സിന്ദൂരൊക്കെ വെർമിലിയൻ എന്ന് പറഞ്ഞാൽ സിന്ദൂരൊക്കെ ആഷ് എന്ന് പറഞ്ഞ ഭസ്മൊക്കെ വെച്ച് സിന്ദൂരക്കുരൊക്കെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ആൾ ആകർഷിപ്പിക്കുന്ന രീതിക്ക് ഒന്ന് പോയിരുന്ന് 4 വർത്താനം പറയാൻ തോന്നുന്ന രീതിക്കാണ് ആളെ ലുക്ക് വൈസ് അപ്പിയറൻസ് വൈസ് ഉണ്ടായിരുന്നത്. സോ ഏതൊരു വ്യക്തിയും ആളെ കണ്ടാൽ എന്ത് ചെയ്യും, നേരെ ആളുടെ അടുത്തേക്ക് പോവും, അങ്ങനെ ആൾ ആരാണെന്നുള്ള 2 വർത്താനം പറയാൻ രീതിക്ക് ചെല്ലുകയും ചെയ്യും. ആള് പറഞ്ഞ കേൾക്കുമ്പോൾ അവിടെ ഫ്ലാറ്റായി ഇരിക്കുകയും ചെയ്യാണ്. ആൻഡ് ആളുടെ കണ്ണുകൾക്ക് എന്താ, ആളെ കണ്ണുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദീസ് ഹെൽപ്പ് ഹിം അട്രാക്ട് കസ്റ്റമേഴ്സ് പറഞ്ഞു അല്ലേ. ആളെ ഐസിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ ഐസിന്റെ പ്രത്യേകതയും ആളുടെ ആ ഒരു ടെർബണും ആളുടെ ആ ഒരു വെർമിലിയൻ സ്പോട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആൾക്കാരെ ആളെ അട്രാക്ട് ചെയ്തിട്ട് ആളുടെ അടുത്തേക്ക് പോകുന്നൊരു അപ്പിയറൻസ് ആയിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആരെ കുറിച്ചാണ് പറയുന്നത്, ഒരു ഗുരുനായകിനെ കുറിച്ചാണ് പറയുന്നത്. ആ ആളുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു ഭീകരനായ കസ്റ്റമർ ആയിട്ടുള്ള ഗുരുനായകിനെ കുറിച്ചാണ് അടുത്ത പറയുന്നത്. ഗുരുനായക് ഈസ് എ ടഫ് ലുക്കിംഗ് സ്ട്രേഞ്ചർ. ഗുരുനായക് ആണെങ്കിലോ ഒരു ഭീകരനായിട്ടുള്ള, കണ്ടാൽ തന്നെ ഒരു റൂഡ് ക്യാരക്ടറുള്ള ഒരു സ്ട്രേഞ്ചറാണ്. കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവുന്ന ഒരു ഗുണ്ടായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഗുരുനായക് എന്ന് പറയുന്നത്, ഒരു സ്ട്രേഞ്ചർ. ഹി വൺസ് ട്രൈ ടു കിൽ ദ ആസ്ട്രോളജർ മെനി ഇയേഴ്സ് എഗോ അല്ലേ. നമ്മുടെ ഹി വൺസ് ട്രൈ ടു കിൽ ദ ഗുരുനായക് ആട്ടോ വരിക, ഗുരുനായക്. സോ ഇനി ഗുരുനായകിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ ഒരു സ്ട്രേഞ്ചറായിട്ട് ഇയാളെ കാണാൻ വരുന്ന ആ ഒരു കസ്റ്റമർ ഉണ്ടല്ലോ ഗുരുനായക്, ആളെ കുറിച്ചിട്ടാണ് പറയണത്. ഗുരുനായക് ഈസ് എ ടഫ് ലുക്കിംഗ് സ്ട്രേഞ്ചർ. ഗുരുനായകിനെ കണ്ടാൽ തന്നെ അറിയാം ഒരു നല്ല വ്യക്തിയൊന്നും അല്ല, ഒരു റൂഡായിട്ടുള്ള ഒരു ടഫ് ലുക്കിംഗ് ആയുള്ള ഒരു സ്ട്രേഞ്ചർ തന്നെയാണ്, ഒരു അശപിശക്കുള്ള ചെങ്ങായിയാണെന്നുള്ളത് നമ്മുടെ ഗുരുനായകിനെ കണ്ടാൽ തന്നെ അറിയാം. ഹി വൺസ് ട്രൈ ടു കിൽ ബൈ ദ ആസ്ട്രോളജർ മെനി ഇയേഴ്സ് എഗോ. കുറേ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഈ ഒരു ആസ്ട്രോളജർ ഈ ഗുരുനായകിനെ കൊല്ലാൻ ശ്രമിച്ചതാണ്. ഓക്കെ, ഒരിക്കലും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ, ഒരു തമ്മിൽ അടിപിടി ഉണ്ടാക്കിയിട്ട് കൊന്നും പോരാ, ആളെ ഒരു കത്തിയിട്ട് കുത്തുകയും ചെയ്തു, കിണറ്റിക്ക് തള്ളിയിടുകയും ചെയ്തതാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു വശവിശക്ക് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. ഹി കംസ് ടു നോ ഹിസ് ഫ്യൂച്ചർ ഫ്രം ദ ആസ്ട്രോളജർ. സോ ഈ പേര് കേട്ട ആസ്ട്രോളജറെ കുട്ടി, പേര് കേട്ട ആസ്ട്രോളജറാണ്, കേട്ട് ഇയാളെ ഭാവി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ആസ്ട്രോളജറിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഭാവി ചോദിക്കാൻ പറ്റിയ ആളോടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദ ആസ്ട്രോളജർ റെക്കഗ്നൈസ് ഗുരുനായക്. അതാണ് ആ കഥയിലെ ട്വിസ്റ്റ് അല്ലേ. എന്താ, ആസ്ട്രോളജറിനോട് ആളുടെ ഭാവി ചോദിക്കാൻ വന്നപ്പോൾ ആസ്ട്രോളജർക്ക് മനസ്സിലായി ഇത് ഞാൻ അന്ന് കുത്തിയിട്ട ആ ഒരു ഗുരുനായകാണ്. കുത്തിയതും പോരാ, കെഞ്ചിക്ക് തള്ളിയിട്ടിട്ടാണ് വന്നത് അല്ലേ. ആ ഒരു ഗുരുനായകാണെന്നുള്ള സംഭവം ആസ്ട്രോളജർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. He cleverly tells him that the man who stabbed him is dead അല്ലേ. ബുദ്ധിയുള്ള ആസ്ട്രോളജർ പറഞ്ഞു, ക്ലെവർലി ബുദ്ധി ഉപയോഗിച്ച് പറഞ്ഞു, നിങ്ങൾ അന്ന് സ്റ്റാബ് ചെയ്ത കുത്തിയിട്ട് പോയ ചെങ്ങാതി ചത്തുപോയി അല്ലേ, മരിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് മരിച്ചു പോയത്, ബസ്സിലല്ലോ ലോറീൻ്റെ അടിയിൽ കാണുമ്പോൾ ചതച്ചിട്ട് മരിച്ചു പോയി എന്നുള്ള കാര്യം അങ്ങോട്ട് ബലിപ്പിച്ചു. ഗുരുനായക് ലീവ്സ് സാറ്റിസ്ഫൈഡ് വിത്തൗട്ട് നോയിങ് ദ ട്രൂത്ത്. പാവം ഗുരുനായക് സത്യം എന്താന്ന് പോലും മനസ്സിലാക്കാതെ ഈ ആസ്ട്രോളജർ പറഞ്ഞതാണ് സത്യം എന്ന് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യണം, വീട്ടിലേക്ക് തിരിച്ചു പോകണം. വെറുതെ അല്ല വീട്ടിലേക്ക് തിരിച്ചു വിടുന്നത് അല്ലേ. നമ്മൾ ഈ ഗുരുനായക് വരുമ്പോൾ ആസ്ട്രോളജർ ഒരു ബെറ്റൊക്കെ വെക്കുന്നുണ്ട്, വെറുതെ ഒന്നും അല്ല, ഒരു ബെറ്റൊക്കെ വെച്ച് അതിനുശേഷം ആസ്ട്രോളജർ 3 ചോദ്യങ്ങൾ ചോദിക്കാം. നിന്നാരെങ്കിലും കുത്തിയിട്ടുണ്ടോ അല്ലെ, കുത്തിയിട്ട ആൾ കിണറ്റിൽ തള്ളിയിട്ടിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, ഗുരുനായകനെ മയക്കെടുക്കുന്നത്. നിന്റെ പേര് ഗുരുനായകൻ എന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്തായാലും ആ ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഗുരുനായകൻ ഫ്ലാറ്റായി. അയ്യോ വലിയൊരു ആസ്ട്രോളജറാണെന്ന് വിശ്വസിച്ച് എന്തായാലും എന്ത് ചെയ്തു, ആസ്ട്രോളജർ ഗുരുനായകന് സന്തോഷമായിട്ട് പൈസ ഒക്കെ കൊടുത്തിട്ട് ഗുരുനായകൻ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോഴും കുറച്ച് ഭസ്മൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇനി മകനെ നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇനി തെക്ക് ദേശത്തേക്ക് വരരുത് അല്ലെ. തെക്ക് ദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ പാവ ആസ്ട്രോളജർ പിടിയിലാവുമെന്ന് പേടിച്ചിട്ട് പറഞ്ഞു, തെക്ക് ദേശത്തേക്ക് വരാതിരുന്നാൽ നിനക്ക് 100 കൊല്ലം വരെ ജീവിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആരെ പറഞ്ഞയക്കുന്നത്, ഈ ഗുരുനായകിനെ പറഞ്ഞയക്കുകയും ചെയ്യണത്. ഓക്കെ, അതാണ് ആ ചാപ്റ്ററിന്റെ ആ സ്റ്റോറീന്റെ ട്വിസ്റ്റ് എന്ന് പറയണത് തന്നെ. ദ ആസ്ട്രോളജർ ഫീൽസ് റിലീവ്ഡ് ആൻഡ് ഹാപ്പി അല്ലേ. ആസ്ട്രോളജർക്ക് എന്ത് ചെയ്യാണ്, അവസാനം റിലീഫ് തോന്നുകയാണ്, സമാധാനം ശാന്തി തോന്നുകയാണ്. കാരണം എന്താ, തൻ്റെ മനസ്സിൽ അത്രയും കാലം ഉണ്ടായിരുന്ന വലിയൊരു ഭാരം എന്ത് ചെയ്യാണ്, ആ മൊമെന്റിൽ അയാൾ ഇറക്കി വെക്കണം. അതുകൊണ്ട് ഭയങ്കര സന്തോഷവും മനസ്സിലൊരു റിലീഫൊക്കെ ഉണ്ടായിരുന്നു ആർക്ക്, ആസ്ട്രോളജറിന്.
ഹി ടെൽസ് ഹിസ് വൈഫ് ദ ട്രൂത്ത് അബൌട്ട് ഹിസ് പാസ്റ്റ്. അതുവരെ ആളുടെ വൈഫിന് പാസ്റ്റ് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. സോ വൈഫിനോട് എല്ലാ പാസ്റ്റും തുറന്നു പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയായിരുന്നു, ഒരു കർഷകനായി ജീവിക്കേണ്ട വ്യക്തിയായിരുന്നു, പക്ഷേ ചില സാഹചര്യങ്ങളാൽ എനിക്ക് നാട് വിട്ട് വരേണ്ടി വന്ന സാഹചര്യമാണ് ഗുരുനായകനെ കത്തിയിട്ട് കുത്താൻ നോക്കി എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചതെന്നുള്ള സത്യങ്ങളൊക്കെ ആ നിമിഷം വൈഫിനോട് തുറന്നു പറയാണ്. ദ സ്റ്റോറി എൻഡ്സ് വിത്ത് എ സെൻസ് ഓഫ് റിലീഫ് ആൻഡ് ഐറണി. അല്ലേ? ആ സ്റ്റോറി അവസാനിക്കുന്നത് ഒരു റിലീഫ്, സമാധാനത്തോട് കൂടിയിട്ടും അറ്റ് ദ സെയിം ടൈം ഒരു ഐറണിയും കൂടെയാണ്. ഐറണി എന്ന് പറഞ്ഞാൽ വിരോധാഭാസം. അല്ലേ? സോ നമുക്ക് ബിലീഫ് ആവാം, പക്ഷെ ഓവറായിട്ട് ഒന്നിനും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളൊരു വിരോധാഭാസമൊക്കെ കാണിച്ചുകൊണ്ടാണ് ആ സ്റ്റോറി എന്ത് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത്, അവസാനിക്കുന്നത്. ആൻഡ് അത് തീം നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അപ്പിയറൻസ് വേഴ്സസ് റിയാലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഒരു വ്യക്തിയെ കണ്ടതുകൊണ്ട് ആ വ്യക്തി അങ്ങനെ ആയിരിക്കും, ആ വ്യക്തി ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും ഒരാളുടെ അപ്പിയറൻസ് വെച്ചിട്ടോ, അപ്പിയറൻസ് നല്ല ടിപ്പ് ടോപ്പ് ഡ്രസ്സ് ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി ആൾ നല്ല ഇതുള്ള ആളാന്ന് അറിയണമെന്നില്ല. അതേപോലെ തന്നെ കുറച്ച് വലിയ ടിപ്പ് ടോപ്പ് ഒന്നും അല്ല, സാധാരണ ഒരു ലോക്കൽ ഡ്രസ്സൊക്കെ ധരിച്ചൊരു വ്യക്തിയാണെങ്കിൽ അവരും നമുക്ക് എന്ത് ചെയ്യാം, അവരെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ജഡ്ജ് ചെയ്യാൻ പാടില്ല. നമ്മളെ മറ്റേ ഈ ബുക്കിലുണ്ടല്ലോ, ഇത് റാം കെയർ ഓഫ് ആനന്ദിയിലുള്ള ആനന്ദീനെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നുണ്ടല്ലോ റാം, അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷെ ആനന്ദീനെ പിന്നീട് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് അവൾ എങ്ങനത്തെ ആളാണെന്നുള്ള നമുക്ക് മനസ്സിലാക്കുക. ഈവൻ ഒരിക്കലും നമുക്ക് ഒരാളെ അവരെ അപ്പിയറൻസ് വെച്ചിട്ടോ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല. അപ്പിയറൻസ് വേഴ്സസ് റിയാലിറ്റി. അപ്പിയറൻസിൽ കാണുന്ന സംഭവമായിരിക്കില്ല റിയാലിറ്റി എന്ന് പറയുന്നത്. ഫെയ്റ്റ് ആൻഡ് ഡെസ്റ്റിനി, വിധി. അല്ലെ? നമ്മുടെ വിധി എങ്ങനെയാവും, നമ്മുടെ ഫെയ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനി എന്താന്നുള്ളത് വി ഡോണ്ട് നോ, നമുക്കറിയില്ല. സോ അതൊരു ഇതാണ്, ആ ഒരു വിധിയാണ് നമ്മുടെ ആസ്ട്രോളജറിന്റെ വേഷമാവും അല്ലെങ്കിൽ ആസ്ട്രോളജർ ലൈഫിൽ ഒരു ആസ്ട്രോളജർ ആവും എന്നുള്ളത് നെവർ അല്ല, ഒരിക്കലും ആൾ ചിന്തിച്ചിട്ട് നെവർ എവർ ആൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ചിന്തിച്ചിട്ടുണ്ടാവില്ല. ബിക്കോസ് ഹിസ് ഫെയ്റ്റ്, ആൾ വിധിയായിരുന്നു ആളൊരു ആസ്ട്രോളജർ ആവണമെന്നും അയാൾ ഡെസ്റ്റിനി ആയിരുന്നു ഗുരുനായകന് മുമ്പിൽ കാണണം എന്നുള്ളത്. ആൻഡ് അതെല്ലാം എന്താണ്, ഒരു ഫെയ്റ്റ് ആൻഡ് ഡെസ്റ്റിനി, വിധിയെ സംബന്ധിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഹ്യൂമൻ ക്ലെവർനെസ്. അല്ലേ? ബുദ്ധിയുള്ളവനെ ജീവിക്കാൻ പറ്റും. ക്ലെവർ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സർവൈവ് ചെയ്യാനും ജീവിക്കാൻ പറ്റില്ല. ബുദ്ധി ഇല്ലാത്ത മരബന്ധകളായി നിന്ന് നമുക്ക് അവിടെ നിൽക്കേണ്ടി വരും. എവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ചൊക്കെ ക്ലെവർനെസ്, കുറച്ചൊക്കെ ബുദ്ധി ഉപയോഗിച്ചാൽ വി ക്യാൻ സർവൈവ് ദ മൊമെന്റ്. ആ മൊമെന്റെങ്കിലും അറ്റ്ലീസ്റ്റ് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ക്ലെവർനെസ് നല്ല രീതിക്ക് നമ്മുടെ ആസ്ട്രോളജറിന്റെ ക്ലെവർനെസ്, ആസ്ട്രോളജർ ആ ഒരു മൊമെന്റ് നല്ല രീതിക്ക് കൈകാര്യം ചെയ്ത് ആളാ ഗുരുനായക അല്ലേ എന്നൊക്കെ ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ആൾക്ക് ആ ഒരു മൊമെന്റിൽ സർവൈവ് ചെയ്യാൻ കഴിഞ്ഞത്. സോ ക്ലെവർനെസ്, ഹ്യൂമൻ ക്ലെവർനെസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഐറണി ആൻഡ് കോഇൻസിഡൻസ്, വീണ്ടും അല്ലെ, ഒരു വിരോധാഭാസവും അതേപോലെ തന്നെ ഒരു കോഇൻസിഡൻസ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ സംഭവങ്ങൾ. അല്ലേ? കാരണം ഇയാൾ വളരെ അപ്രതീക്ഷിതമായിട്ട് കോഇൻസിഡൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യാണ്, കണ്ടുമുട്ടുകയാണ്. ആൾ വളരെ എന്താ ഒരു ബന്ധവും ഇല്ലാതെ കുറേ വിരോധാഭാസ രീതിക്ക് ആളൊരു ആസ്ട്രോളജർ ആവുന്ന രീതിക്ക് കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുകയാണ്. സോ അതൊക്കെ ഒരു ഐറണി ആൻഡ് കോഇൻസിഡൻസുമായിട്ട് റിലേറ്റ് ചെയ്ത സംഭവങ്ങളാണ്. ആൻഡ് വാട്ട് ഈസ് എ മെസ്സേജ്, എന്ത് മെസ്സേജ് അല്ലെങ്കിൽ എന്ത് മോറൽ ആണെന്ന് ചോദിച്ചാൽ വി ക്യാൻ സേ ദാറ്റ് ഇന്റലിജൻസ് ഈസ് മോർ പവർഫുൾ ദാൻ ബ്ലൈൻഡ് ബിലീഫ്. അല്ലേ? നമ്മൾ വിശ്വാസമാവാം, പക്ഷേ അന്ധവിശ്വാസമാവാൻ പാടില്ല. നമ്മൾ കുറച്ചൊക്കെ ഇൻ്റലിജൻ്റ് ആയിരിക്കണം. നമുക്ക് ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരിക്കലും ഒന്നിനും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മന്ദബുദ്ധികളായിട്ട് അന്ധവിശ്വാസത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ജീവിക്കാൻ പാടില്ല. അന്ധവിശ്വാസത്തെക്കാൾ വലുത് എന്താണ്, നമ്മൾ ഇൻ്റലിജൻസ് ആണ്, ബുദ്ധിശക്തമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദൈവമുണ്ടെങ്കിൽ പ്രേതവും ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ വിശ്വാസമാകാം, പക്ഷേ ഒരിക്കലും എന്താവാൻ പാടില്ല, കുറേ പൈസ പോയിട്ട് കൈ നോക്കണ കാക്കാത്തി കൊണ്ടേ കളഞ്ഞുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് ഈ ചാപ്റ്ററിലും പറഞ്ഞത്, എനിക്കും പറയാനുള്ളത്. ആൻഡ് പീപ്പിൾ ഓഫൺ ബിലീവ് വാട്ട് ദേ വാണ്ട് ടു ബിലീവ്. നമ്മളെല്ലാവരും ഹ്യൂമൻ ബീയിങ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ, നമ്മൾ എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെ, ആ കാര്യം മറ്റൊരാൾ പറയുമ്പോഴാവും നമുക്ക് സന്തോഷം ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ നല്ലോണം ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി വരികയാണ്, നല്ല പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി വരുമ്പോൾ ചിലപ്പോൾ ആ ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ ഭയങ്കര വണ്ണം തോന്നിയിട്ടാവും ഉണ്ടാവുക.
നമ്മൾ ചിലപ്പോൾ ആ ഒരു ഇതിൽ അയ്യോ ഞാൻ രസമല്ലേ എന്നുള്ള രീതിക്ക് ഇറങ്ങി വരുമ്പോൾ ഒരാൾ പറയുകയാണ് നമ്മളോട് ഓ നല്ല ഭംഗി കേട്ടോ, ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട് ഈ ഡ്രസ്സ് ഇടുമ്പോൾ പറയുമ്പോൾ നമുക്ക് പൊലിവായി. കാരണം നമ്മളതാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ആ സമയത്തോട് ഒരാൾ പറയാണ്, സത്യം പറയാണ്, തടിച്ചോണ്ട് ഡ്രസ്സ് രസമല്ല എന്ന് പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. ഓ എന്താ പോകാൻ അങ്ങനെ പറയാം, എന്താ പത അങ്ങനെ പറഞ്ഞ, എന്താ അങ്ങനെ നമുക്ക് എന്ത് ചെയ്ത് തോന്നും. നമ്മൾ എന്താണോ ഒരു മനുഷ്യൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് കേൾക്കുമ്പോഴാവും ഒരുക്ക് എന്തുണ്ടാവുക, കേട്ടത് സംതൃപ്തി ഉണ്ടാവുക. സോ നമ്മുടെ ഈ ഒരു വ്യക്തിക്കും കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം കേട്ടപ്പോൾ ആൾക്ക് സന്തോഷമായി, ആൾ എന്ത് ചെയ്തു, പോവാണ് ചെയ്തത്. സോ പീപ്പിൾ ഓഫൺ ബിലീവ് വാട്ട് ദേ വാണ്ട് ടു ബിലീവ്. മനുഷ്യന്മാർ അവർക്ക് എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതേ അവരെന്ത് ചെയ്യുള്ളൂ, വിശ്വസിക്കുള്ളൂ. ദാറ്റ് ഈസ് ദ മോറൽ of the story. So ഒന്നും കൂടെ പറയുകയാണെങ്കിൽ The Astrologer's Day is written by well-known English writer R.K. നാരായൺ. R.K. നാരായണാണ് അത് എഴുതിയിട്ടുള്ളത്. മെയിൻ ക്യാരക്ടർ ആസ്ട്രോളജർ ആണ് ആൻഡ് കോ ക്യാരക്ടറുടെ ഒരു ഗുരുനായിക വരുന്നുണ്ട്. ആസ്ട്രോളജറിന്റെ അപ്പിയറൻസ് പറയുന്നുണ്ട്. ആസ്ട്രോളജർ ശരിക്കും ഒരു ആസ്ട്രോളജർ അല്ല. ഹി ഡിഡൻ നോസ് എനിത്തിങ് അബൌട്ട് ആസ്ട്രോളജി. ആസ്ട്രോളജിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. പക്ഷേ ലൈഫിൽ ആസ്ട്രോളജർ ആയുള്ള വേഷം കെട്ടേണ്ടി, ഡെയിലി ലിവിങ് അല്ലെ ദിവസ വേതനത്തിന് വേണ്ടി അങ്ങനത്തെ ഒരു വേഷം തിരഞ്ഞെടുക്കേണ്ടി വന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് അതിൽ പറഞ്ഞത്. ആൻഡ് ആളുടെ ലൈഫിൽ നടന്ന കുറച്ച് പാസ്റ്റ് ആൾ നടന്ന ഒരു ഗുരുനായക് എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു. ആളായിട്ട് ഒരു ഫൈറ്റിൽ ആളെ കുത്തേണ്ടി വരികയും സ്റ്റാബ് ചെയ്യേണ്ടി വരികയും ആളെ കിണറ്റിൽ തള്ളിയിടേണ്ടി വരികയും ചെയ്തിട്ട് ജീവനോടെ ഓടി രക്ഷപ്പെട്ടിട്ട് ഈ ഒരു ഗ്രാമത്തിൽ വന്ന് ആസ്ട്രോളജി എന്ന വേഷം ധരിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ ആസ്ട്രോളജർ. ആൻഡ് വൺസ് ഗുരുനായക് ഇയാളെ കാണാൻ വരികയാണ്. കാണാൻ വന്നതും പോരാ, ബെറ്റ് വെക്കുകയാണ്. ബെറ്റ് വെച്ചതും പോലെ ആൾക്ക് കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ആസ്ട്രോളജറിന്റെ വായിൽ നിന്നും വീഴാണ്, കേൾക്കാൻ ഇടയാവാണ്. അത് കേട്ട് മനസ്സംതൃപ്തി അണഞ്ഞിട്ട് ആൾ തിരിച്ചു പോകുന്നുണ്ട്, ഗുരുനായക് തിരിച്ചു പോകുന്നുണ്ട്. ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ആളെ വൈഫിനോട് എല്ലാം തുറന്നു പറഞ്ഞത്. ആസ്ട്രോളജർ വൈഫിനോട് എല്ലാം തുറന്നു പറയുന്നത്. അപ്പോൾ വൈഫിനോട് എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു റിലീഫ്, ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നി. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, വൈഫിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞതിലും. 2, ആ ഗുരുനായക് മരിച്ചിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായപ്പോഴും. പിന്നെ ഗുരുനായകനെ പറഞ്ഞയച്ചല്ലോ, ആ ഒരു ഗുരുനായകനെ റിലേറ്റ് ചെയ്തിട്ടും വൈഫിനോട് പറയലും നല്ല റിലീഫ്, സന്തോഷം, സമാധാനം ഉണ്ടായി. ആൻഡ് ദ മെസ്സേജ് ഈസ് മോറൽ എന്താണെന്ന് ചോദിച്ചാൽ വി ക്യാൻ സേ ദാറ്റ് ഇന്റലിജൻസ് ഈസ് മോർ പവർഫുൾ ദാൻ ബ്ലൈൻഡ് ബിലീഫ്. അന്ധവിശ്വാസത്തെക്കാൾ ഏറ്റവും നല്ലത് ബുദ്ധിശക്തമാണ്, ഇന്റലിജൻസ് ആണ്. ആൻഡ് ആൾസോ പീപ്പിൾ ഓഫൺ ബിലീവ് വാട്ട് ദേ വാണ്ട് ടു ബിലീവ്. ആളുകൾക്ക് എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് കേട്ടാലായിരിക്കും they would become happy അല്ലെ, അത് കേൾക്കുമ്പോഴാണ് അവർക്ക് സന്തോഷമുണ്ടാവുക. സോ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദ ആസ്ട്രോളജേഴ്സ് ഡേ. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.